ഇത് പാറേമേക്കാവ് അമ്പലത്തിൻ്റെ പിൻവശമുണ്ട്. അതിൻ്റെ അഗ്രശാല അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ പിൻവശത്തുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പാറേമേക്കാവ് കാശിനാഥനാണോ ഏത് ആന എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇവിടെ പന്തലൊക്കെ പണിയുന്ന ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് പൂരത്തിന് വരുന്ന ആനകൾ അതിനൊക്കെ നിർത്തുന്നത്. ഇവിടെ പൂരത്തിൻ്റെ തലേദിവസമൊക്കെ അല്ലെങ്കിൽ പൂരത്തിൻ്റെ അന്നൊക്കെ നോക്കുമ്പോൾ തിക്കും തിരക്കായിരിക്കും. ഇവിടെ ആനകളായിരിക്കും മുഴുവനായിട്ട്. ഈ ഒരു പറമ്പിൽ ഒരു 10-35 ആനകളൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു പൂരപ്പറമ്പിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ ആനകളെ കാണാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ആനയ്ക്ക് കുളിക്കാനുള്ള ഒരു കുളം കൂടി അതിൻ്റെ അപ്പുറത്തുണ്ട്. അവിടെ നിന്നിട്ട് കുളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ആനക്കുളി കാണാനും ആൾക്കാർ വരും. വടക്കുന്നാഥൻ്റെ മുറ്റത്ത് തെക്കേ ഗോപുരനടയിലെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു റോബോട്ട് ആനേനെ കൊണ്ടിട്ട് ഒരു പൂരവിളംബരമൊക്കെ ഉണ്ടായിരുന്നു. എന്തായി എന്നറിയില്ല. ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. ഇവിടെ പൂരവിളംബരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടു. ഇവിടെ സംഭാരം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ആനയുടെ ശില്പം വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷന് നേരെ മുന്നിലായിട്ട് തന്നെ നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാം. നേരെ തിരിഞ്ഞ് നിൽക്കുന്നത് തെക്കേ ഗോപുരനടയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഈ റോബോട്ട് ആനേനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ആനയുടെ പ്രതിമ ഇനി റോബോട്ടാണോ എന്ന് അറിയില്ല. കോർപ്പറേഷൻ വക സംഭാര വിതരണം. അവിടെ ഒരു ഫ്ലെക്സ് ഉണ്ട്, കണ്ണടയോട് പറയാം ബൈ ബൈ. ഞാനിതുപോലെ ലാസിക് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യൂട്യൂബിനെ തുടങ്ങിയത്. പക്ഷെ ഒന്നും ആയില്ല. പൂരത്തിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസുകാർ ഇവിടെ വന്നിട്ട് ബാരിക്കേഡൊക്കെ ഇങ്ങനെ വെച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സാമ്പിൾ വെടിക്കെട്ട് നാളെയാണല്ലോ. അപ്പോൾ ഒരുപാട് ബാരിക്കേഡ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. വഴികളെല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ റൗണ്ടിലേക്ക് നമ്മുടെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഒരാളെയും പ്രവേശിപ്പിക്കുന്നതല്ല എന്ന് അറിയിക്കുന്നു. ഇതേപോലെ ബിൽഡിങ്ങിൻ്റെ മീതെ നിന്നിട്ടൊക്കെ നമുക്ക് വെടിക്കെട്ട് കാണാൻ സാധിക്കുന്നതാണ്.